9,000 കോടി രൂപ കടവുമായി 30,000-ഓളം യുവാക്കൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. കേരളം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ദുരന്തങ്ങളിലൊന്നാകുമെന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ലിയോൺ സമർത്ഥിക്കുന്നു. ലിയോണുമായിട്ടുള്ള ഒരു സൂം കോളാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു പക്ഷേ വരും വർഷങ്ങളിൽ കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് 30,000-ഓളം യുവജനത തിരിച്ചു വരികയാണ്. ഇവർക്ക് 30-35 ലക്ഷം രൂപയോ കടമുണ്ട് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ, യൂറോപ്പിലെ രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ കഴിയാതെ അവർ തിരിച്ചു വരുമ്പോൾ ഈ കടം അവരെങ്ങനെ തിരിച്ചടയ്ക്കുമെന്നൊരു ചോദ്യം വരുന്നു. അവരുടെ സമൂഹം, ജീവിതം, കല്യാണം, കുടുംബം, മുമ്പോട്ടുള്ള ഭാവി എന്താണ് എന്ന ചോദ്യം വരുന്നു. ഈ പ്രസക്തമായ വിഷയത്തെ അഡ്രസ് ചെയ്യാണ് ലിയോണുമായിട്ടുള്ള സംഭാഷണം. അപ്പോൾ നമുക്ക് ലിയോണെ ഒന്ന് കേൾക്കാം. നമസ്കാരം. നമ്മളോടൊപ്പം ശ്രീ ലിയോൺ ജോസ് വിജയത്തിലുണ്ട്. അദ്ദേഹം UK-യിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? അതെ, UK-യിൽ നിന്നാണ്. ഏത് സിറ്റിയിൽ നിന്നാണ്? UK-യില് ഹീത്രോ അടുത്താണ്, ഹൈവികോം എന്ന് പറയും. ഇദ്ദേഹത്തെ നമ്മൾ സംഭാഷണത്തിൽ റിക്വസ്റ്റ് ചെയ്യാൻ കാരണം ഏകദേശം ഒരു 3-4 ദിവസം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇദ്ദേഹവും ഞാനും തമ്മിൽ വളരെ സീരിയസ് ആയ നമ്മുടെ ഇമിഗ്രേഷനെ കുറിച്ച് ഒരു സംസാരം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് ഒരുപക്ഷെ കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന വലിയ അപകടങ്ങളിലൊന്നായ ഒരുപാട് യുവാക്കൾ ജോലിയില്ലാതെ കടത്തോടുകൂടി തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോഴാണ് ആ വിഷയത്തിൽ എനിക്ക് ഒരു ബോധ്യം ഉണ്ടായത്. നമ്മൾ വായിച്ചു പോകുന്നല്ലാതെ പലപ്പോഴും വിഷയങ്ങൾ ആഴത്തിൽ അത് പഠിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോഴും അവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴുമാണ് നമുക്ക് പ്രസക്തി ഉണ്ടാകും. ഒരുപക്ഷെ കേരളം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രസക്തമായൊരു വിഷയമാണ് ശ്രീ ലിയോൺ റേസ് ചെയ്യുന്നത്. ശ്രീ ലിയോൺ, അങ്ങയുടെ ആ പശ്ചാത്തലം അങ്ങയെ ഒന്ന് വ്യക്തിപരമായി പരിചയപ്പെടുത്തുകയും ചെയ്യാം. അതോടൊപ്പം അങ്ങ് ആ റേസ് ചെയ്ത പ്രശ്നം കൂടി നമ്മളോടൊന്ന് സൂചിപ്പിക്കാം. എൻ്റെ പേര് ലിയോൺ ജോസ് വിജയത്തിൽ. ഞാനിപ്പോൾ ആക്ച്വലി UK-യിലാണ്, ലണ്ടൻ അടുത്താണ് സ്ഥലം. നാട്ടില് എറണാകുളം, ആലങ്ങാട് എന്ന് പറയും. ഞാൻ ഇവിടെ ഇപ്പോൾ UK-യിൽ ഒരു 5 years ആയി. ഇതിനു മുമ്പ് ആഫ്രിക്കയിൽ ഒരു 8.5 years, അതിനു മുമ്പ് ഗൾഫ്, പിന്നെ അതിന് മുന്നേ ഗോവ, അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ UK-യിൽ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. കേരളത്തിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജൊക്കെ പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഒരു 6 months മേ ബി ഒരു 1 year ശേഷമോ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. ഏകദേശം ഒരു 30,000-ൽ പരം യുവാക്കൾ ഏകദേശം ഇവിടുത്തെ സ്റ്റഡിയും കഴിഞ്ഞ് അതിനുശേഷമുള്ള സ്റ്റേ ബാക്ക് പീരീഡും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. അത് UK-യുടെ മാത്രമല്ല പ്രശ്നം, ലോകത്തിന്റെ പല ഭാഗങ്ങളും, UK ആയാലും ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും ഈവൻ അമേരിക്കയിൽ നിന്നായാലും സ്റ്റുഡൻറ് വിസയ്ക്ക് പോയിരിക്കുന്നവർ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടവും മെയിൻലി പണ്ടൊക്കെ എല്ലാവരും പോയിരുന്നത് PG കോഴ്സുകൾ പഠിക്കാനാണ്. മിക്കവാറും MBA, MS അങ്ങനെ ഏതെങ്കിലും കോഴ്സാണ്. ഇതെല്ലാം അവർ പോയിരുന്നത് വിദ്യാഭ്യാസത്തിലുപരി ഒരു സെറ്റിൽമെന്റ്, ഒരു റൂട്ടിന് വേണ്ടിയായിരുന്നു ഈ സ്റ്റുഡൻറ് വിസ മിക്കവാറും എല്ലാവരും തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിനൊക്കെ ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു. പല ആളുകളും സെറ്റിൽമെന്റ് രീതിയിൽ മാതിരിയായിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാനോട് കൂടിയാണ് ഒരു 15 to maybe 40-45 lakhs സ്പെൻഡ് ചെയ്ത് ഈ സ്റ്റുഡൻറ് വിസയ്ക്ക് പോയിരുന്നത്. ഏറ്റവും അവസാനം നടത്തിയ ഒരു സർവേ എന്ന് പറയുന്നത് 2023-ലെ കേരള മൈഗ്രേഷൻ സർവേ ആണ് ഇതിനാസ്പദമായിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു ഡേറ്റയിൽ വരുന്നത് 2.5 lakhs മലയാളികളായിരുന്നു ഇന്ത്യക്ക് പുറത്ത് ഉപരിപഠനത്തിന് വേണ്ടി പോയിരുന്നത്. അത് 2023-ലാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പോയിരിക്കുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു 2 years ആയിരിക്കും മിക്കവാറും. 1.5 to 2 years ആണ് ഈ പോയിരിക്കുന്ന പഠനകാലം. അതായത് MBA ആയാലും MS ആയാലും അതൊക്കെയാണ് മെജോറിറ്റി ആ ഒരു ടൈമിൽ പോയിരുന്ന ആൾക്കാർ പഠിച്ചിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് പീരീഡ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിൽ തന്നെ 2 years ആയിരുന്നു. ഇപ്പൊ UK അത് കുറച്ച് 1.5 ആക്കിയിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇപ്പോഴും 2 years തന്നെയാണ്. അപ്പൊ ഈ 2 years ഒരു സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട് അവർക്ക് സ്പോൺസർഷിപ്പ് കൂടിയുള്ള ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി രീതിയിലുള്ള ഒരു വിസ എക്സ്റ്റൻഷൻ മാതിരിയുള്ള ജോലിയിലേക്കോ മാറേണ്ടി വരും. അതിന് ഒരുപാട് പ്രതിസന്ധികളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന്റെ ഇടയിൽ വന്നിരിക്കുന്നത്. അതിന് മെയിൻ കാരണങ്ങൾ വിസ ചേഞ്ചസ്, ഇപ്പൊ ഇവിടെ തന്നെ UK-യിൽ തന്നെ വൈറ്റ് പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ഈ പുതിയ ഓരോ രീതികളും കാര്യങ്ങളും എല്ലാം അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്പോൺസർഷിപ്പ് വിസയിലേക്ക് മാറാൻ കഴിയാത്തവർക്ക് ഇവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. 30,000 എന്ന എണ്ണം ഇംഗ്ലണ്ടിൽ മാത്രമാണോ അതോ പാശ്ചാത്യ എല്ലാം കൂടെ? ജനറൽ ആണ്, പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. UK മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ സീരിയസ്നെസ് വരുന്ന UK-യിലാണെങ്കിലും അതുപോലെ തന്നെ കാനഡയിലും ഓസ്ട്രേലിയയിലും സിമിലർ ആണ്.
ഇതിന് UK-യിലേക്കാളും നമ്പേഴ്സ് കുറവാണ് എന്നേ ഉള്ളൂ. ഈ 2023 മൈഗ്രേഷൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിച്ചിരുന്നത് UK-യിലാണ്. അതിനുശേഷം കാനഡ, ദെൻ കംസ് ഓസ്ട്രേലിയ. പക്ഷെ ഇപ്പോ അതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. ഇപ്പോ അതായത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ പഠനത്തിന് പോകുമ്പോൾ അവിടെ താമസിക്കാം അല്ലെങ്കിൽ ലോങ് ടേം സെറ്റിൽ ചെയ്യാവുന്ന ചിന്തയിൽ നിന്ന് വിഭിന്നമായി ആ രാജ്യത്തിലെ മൈഗ്രേഷൻ ലോസ് മാറുന്നു, അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളോ ഇലക്ഷനോ അടക്കമുള്ള കാര്യങ്ങൾ മാറുന്നു. അത്തരം കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് പഴയ രീതിയിലൂടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ തിരിച്ചു വരുമ്പോൾ കയ്യിൽ 20 ലക്ഷം രൂപ കടത്തിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്ത് പോവുകയാണ്, തുടങ്ങിയ കാര്യങ്ങൾ പോകുന്നു. തിരിച്ചു വരുമ്പോൾ വേണ്ട നല്ല രീതിയിൽ ജോലി ലഭിക്കുന്നുമില്ല, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഈ കടക്കണിയുമായി 20-25 ലക്ഷം രൂപ കടവുമായിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. ഈ ഏറ്റവും കുറവ് ഒരു PG പഠിക്കാൻ വന്നിരുന്നത് 15 lakhs ആയിരുന്നു വന്നിരുന്നത്. അത് പോയി പോയി പല കോഴ്സും പല രാജ്യങ്ങളും ഒക്കെ അത് ഒരു ഓൾമോസ്റ്റ് 40-45 lakhs വരെയും ഒക്കെ പോകാം. 15 to 45 lakhs ആണ്. ഇപ്പൊ ഈ തിരിച്ചു വരുന്നവർക്ക് അതിൽ ഇത് ഈ ട്യൂഷൻ ഫീസ് മാത്രമാണ് വരുന്നത്. പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് ചാർജസും ബാക്കി കാര്യങ്ങളും ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ പഠിക്കുന്ന കാലയളവിനിടയിൽ പല ആൾക്കാരും അതിൽ കുറെ ഒക്കെ എമൗണ്ടുകൾ അടച്ചു തീർക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ കിട്ടുന്ന ജോലി. ഇപ്പൊ ഈ പഠിക്കുന്ന കാലയളവിൽ അവർക്ക് കിട്ടുന്നത് ഏകദേശം 20 മണിക്കൂറാണ് ഒരാഴ്ചയിൽ ജോലി ചെയ്യാനായിട്ട് കിട്ടുന്നത്. പിന്നെ അത് നോർമൽ ടൈമിലാണ്. അതല്ല ഇപ്പോൾ വെക്കേഷൻ ടൈമിലാണെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ജസ്റ്റ് ഇപ്പോൾ ക്രിസ്മസോ അല്ലെങ്കിൽ ഈസ്റ്ററോ അങ്ങനെ വരുന്ന ആ ഒരു ടൈമിലൊക്കെയാണല്ലോ കൂടുതൽ വെക്കേഷൻ ടൈം വരുന്ന സംഭവം, ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടൈമിൽ. പക്ഷെ അതൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ മെജോറിറ്റി ഓഫ് ദ മന്ത്സ് അവർക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ 20 hours എ വീക്ക്. ഒരു ഒരു വിദേശ പഠനത്തിന് പോയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം ഒരു മാസം ഉണ്ടാക്കാൻ കഴിയുന്നത് 1000 to 1200 pounds ആണ് വരുന്നത്. അതിൽ തന്നെ മെജോറിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 350 to 400 or 500 അവർക്ക് സ്റ്റേ എക്സ്പെൻസ് വരും. പിന്നെ ലിവിങ് കോസ്റ്റും ഒക്കെ കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 to 200 pounds ആണ് മാക്സിമം ഒരാൾക്ക് ഒരു മന്ത് വീക്ക്ലി ബേസിസിൽ കളക്ട് ചെയ്തതിന് ശേഷം ഒരു മന്ത് സേവിങ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊന്നും വെച്ച് ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണല്ലോ വരുന്നത്. അതിന്റെ ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒരുപക്ഷെ സാധാരണ ഒരു മലയാളിയിൽ നിന്നും ഒരുപാട് അച്ഛനമ്മമാർ അങ്ങനെ മക്കളെ വിദേശ പഠനത്തിന് വിടണം, യൂറോപ്പിലൊക്കെ പോയി പഠിച്ചാൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം അവരിലേക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം അവിടുത്തെ ഈ പോളിസീസ് മാറുന്നത്? എന്തുകൊണ്ടാണ് വിദേശത്ത് ഇപ്പം എന്തുകൊണ്ടാണ് പഴയ രീതി ജോലിയും സെറ്റിലിങ്ങും നടക്കാത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഈവൻ നമ്മൾ ഇന്ത്യൻസും അതിനൊരു പ്രധാന കാരണമാണ്. ഫസ്റ്റ് മെയിൻ ഫാർ റൈറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ എല്ലായിടത്തും വളർന്നു വരുന്നു. ഇപ്പൊ ഇവിടെ UK-യിലാണെങ്കിൽ റിഫോം പാർട്ടി കയറി വരുന്നു. അടുത്ത ഇലക്ഷനിൽ അവർ മിക്കവാറും അധികാരം പിടിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഫാർ റൈറ്റ് പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉള്ള ഗവൺമെന്റ്സ് ഏത് രാജ്യത്തായാലും അവർക്ക് കുറച്ച് എക്സ്ട്രീം മെഷേഴ്സ് എടുത്ത് ഒരു നാഷണലൈസേഷൻ, അവരുടെ ഒരു പ്രൈഡ്, അവരുടെ ഒരു കൾച്ചർ വീണ്ടും മുന്നിലോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത അവർക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ അവർ താല്പര്യപ്പെട്ടില്ലെങ്കിൽ പോലും അവരതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ പല കാരണങ്ങളും ഉണ്ട്. നമ്മൾ ഇന്ത്യൻസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിക് സെൻസ് ആൻഡ് സോഷ്യൽ മീഡിയ. ഇപ്പൊ ഈ അടുത്ത് തന്നെ വന്നിരിക്കുന്ന ഇപ്പോൾ വിയറ്റ്നാമിൽ ആ ഒരു എയർപോർട്ടിൽ നടന്ന വീഡിയോ ആയാലും ലേറ്റസ്റ്റ് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് UK-യിൽ ഒരു ട്രെയിനിൽ നടന്നൊരു സംഭവമുണ്ട്. ഒരു ഇന്ത്യൻ ഒരു ലേഡി ഒരു ഒപ്പം ഇരുന്ന ഒരു യാത്രക്കാരനോട് താങ്കൾ ഏത് രാജ്യത്തു നിന്നാണ്, താങ്കൾക്ക് ആ രാജ്യത്തേക്ക് തിരിച്ചു പോക്കൂടെ? അപ്പൊ പറഞ്ഞു വന്ന സമയത്ത് യു ക്യാൻ ഗോ മേ ബി ടു മൊറോക്കോ ഓർ വേർ പ്ലേസ് യു ആർ കമ്മിങ് ഫ്രം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ വ്യക്തി ജനിച്ചു വളർന്നത് UK-യിൽ നിന്നായിരുന്നു. ആൾ എതിരെയായിട്ട് കേസ് കൊടുത്തുന്നു. അപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതിന്റെ ഒപ്പം തന്നെ ഈ സിവിക് സെൻസ് വീഡിയോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിയറ്റ്നാം എയർപോർട്ടിൽ നടന്നൊരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. പിന്നെ ഇവിടെ UK-യിൽ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് പ്രചരിച്ച ഒരു വീഡിയോ ആണ്. UK-യിൽ ട്രെയിനിൽ ഒരു ഇന്ത്യൻ ഇരുന്ന് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ. പക്ഷെ നമുക്ക് ചിന്തിക്കുമ്പോൾ അത് വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഫസ്റ്റ് കാര്യം. പിന്നെ അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ മുന്നിൽ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർക്കൊരു വേറെ രീതിയിലായിരിക്കും. അവരത് നേരെ എടുത്ത് വീഡിയോ എടുത്ത് ട്രോളാക്കും. പിന്നെ ഇവിടെ ലണ്ടൻ അടുത്ത് തന്നെ വിംബ്ലി അടുത്തൊരു സ്ഥലമുണ്ട്, സൗത്ത് ഹോൾ എന്നാണ് പറയുന്നത്. മെജോറിറ്റി ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു വിംബ്ലിയിൽ അടുത്ത് ഈ സൗത്ത് ഹോളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ആൾക്കാരെ അവിടെ കാണില്ല. കാണുന്നതിൽ 99% ഇന്ത്യൻസ്, പാകിസ്ഥാനീസ്, ബംഗ്ലാദേശ് ഇവർ വരില്ല ഈ സ്ഥലത്തേക്ക്. കാരണം അത്രയും തിങ്ങി പാർത്തുള്ള രീതിയിലാണ് നമ്മുടെ ആൾക്കാർ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ റോട്ടിൽ പാൻ മസാല തുപ്പുന്നതും അതുപോലെ കടകൾ നമ്മുടെ നാട്ടിൽ വെക്കുന്നത് മാതിരി കടയ്ക്ക് മുമ്പിൽ റോട്ടിനോട് കയറി ഒരു എക്സ്റ്റൻഷൻ മാതിരി ചെറിയൊരു ടെന്റ് മാതിരിയാക്കിയിട്ട് അവിടെ
പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ ആൾക്കാർ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും. അതെല്ലാം ഇന്ത്യൻസിനെതിരായിട്ടായിരിക്കും പോവുക. പല പ്രൊപ്പഗണ്ട വീഡിയോസും ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഗവൺമെന്റ് കൺസിഡർ ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ ഇതിലല്ലാതെ വരുന്ന നമ്മൾ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്തം കാണിക്കാറില്ല എന്നുള്ള സത്യമാണ്. നമ്മൾ ഇന്ത്യൻസ് വി ഹാവ് ടു ബി മോർ റെസ്പോൺസിബിൾ, അതിന് സംശയമില്ല. ഇനി ഒരു കാര്യം കൂടെ, ഇനി ഏറ്റവും പ്രധാനം, ഇത് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഇത് എത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം ശ്രീ ലിയോണോട് ഞങ്ങളിപ്പോൾ ഇന്ത്യൻ സമയം രാത്രി 12:41 സംസാരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അങ്ങനെ മക്കളെ വിടണം, വിദേശത്ത് പോയി പഠിക്കണം, അങ്ങനെ ചില കുട്ടികൾക്കും താല്പര്യമുണ്ട്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യം 25-30 ലക്ഷം രൂപയെങ്കിലും അവരുടെ കയ്യിൽ നിന്നാവുന്നുണ്ട്. അത് വേറെ എന്തെങ്കിലും രീതി ഇൻവെസ്റ്റ് ചെയ്യണോ? എന്ത് രീതിയിലാണ് അവർ ആ വിദ്യാഭ്യാസത്തെ എടുക്കേണ്ടതെന്നും കൂടി അങ്ങ് ഗൈഡ് ചെയ്താൽ നന്നായിരിക്കും. നമ്മൾ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് വിസ എന്ന് പോകുന്ന ഒരു രീതിയിൽ നമുക്ക് അത് ബെനഫിഷ്യൽ ആണോ? അതായത് ഇപ്പൊ ഒരു 2 ഇയേഴ്സ് പഠനവും അതിനുശേഷം 2 ഇയേഴ്സ് ആയിട്ടുള്ള സ്റ്റേ ബാക്ക് ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. ആ ഒരു ടൈം പീരീഡിൽ ഇത് ഒരു സെറ്റിൽമെന്റ് രീതി എന്നുള്ളത് പഴയ സമ്പ്രദായമാണ്. ഇപ്പോ ആ ഒരു സെറ്റിൽമെന്റ് നമുക്ക് അവിടെ ജീവിതം തുടർന്ന് കൊണ്ടുപോകാം എന്നുള്ളൊരു സാഹചര്യം വളരെ ലിമിറ്റഡ് ആണ്. പണ്ടുണ്ടായിരുന്നതിനേക്ക് വളരെ വ്യത്യാസം വന്നു. ഇപ്പൊ അതിനനുസരിച്ച് തന്നെ ഇന്ത്യക്ക് പുറത്തോട്ട് വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു. 2024 എൻഡ് തൊട്ട് ഏകദേശം ഒരു 40-50% നമ്മുടെ മലയാളിക്ക് പോയിരുന്നതിന്റെ ഹാഫ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ സിറ്റുവേഷൻ റിയാലിറ്റി മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. ഇനി പോകുന്നവർ ഇപ്പോ കൂടുതൽ ആൾക്കാർ ഇപ്പൊ പോകുന്നവർ എന്ന് പറഞ്ഞാൽ ജർമ്മനിക്കാണ് പോകുന്നത്. ജർമ്മനി കമ്പാരിറ്റീവ്ലി അവിടുത്തെ ലോസും കാര്യങ്ങളും, അവിടുത്തെ ജർമ്മൻ ഭാഷ പഠിച്ചാൽ അവർക്ക് അവിടെ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി കിട്ടുകയും അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇതേ അവസ്ഥയായിരുന്നു പണ്ട് UK-യിലും. ഇപ്പൊ പക്ഷെ അതല്ല. UK-യിലായാലും ഓസ്ട്രേലിയയിലായാലും കാനഡയിലൊക്കെ ഒരു 2-3 ഇയേഴ്സ് മുന്നേ വരെയും ഈ ഇപ്പോൾ ജർമ്മനി എങ്ങനെയായിരുന്നു അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാക്സിമം നമുക്ക് ഇപ്പോ നോക്കി എല്ലാം നല്ല രീതിയിലും വശങ്ങൾ, ഒരിക്കലും ഏജന്റ് പറയുന്നത് മാത്രം വിശ്വസിച്ച് പോകരുത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെരി പോകുന്നത് നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. പണ്ട് MBA അല്ലെങ്കിൽ MCA അങ്ങനെ എന്തെങ്കിലും കോഴ്സുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് നഴ്സിംഗ് പഠിക്കാനാണ്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ നഴ്സുമാർ വന്നിരുന്നത് UK-യിലേക്കാണ്. ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 1.5 ഇയേഴ്സ് ആയിട്ട് നഴ്സിംഗ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് UK ഗവൺമെന്റ് നിർത്തിവെച്ചേക്കുന്നത്, UK NHS. അപ്പോൾ ഇവിടെ വരാൻ വേറൊരു മാർഗം എന്നുള്ളത് നഴ്സിംഗ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജോലി കിട്ടും. പക്ഷേ അതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസികൾ പറയുന്നത് ഒരു ഫസ്റ്റ് ഇയേഴ്സിന്റെ ട്യൂഷൻ ഫീ മാത്രം നിങ്ങൾ കരുതുക, പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നാണ് ഇവരെല്ലാം പറയാ. പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നെവർ പോസിബിൾ. ഒരു വർഷത്തിന് ശേഷം വീണ്ടും നാട്ടിൽ നിന്ന് അടുത്ത കടമെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ഇല്ലീഗലി ആണെങ്കിലും പോയി ചെയ്ത് കാശുണ്ടാക്കുക എന്നുള്ള അല്ല, അങ്ങ് രീതിയിലേക്കാണ് പറയുന്നതിന്റെ ഒരു മാറിക്കൊണ്ടിരിക്കുന്നത്. സംക്ഷിപ്തം എനിക്ക് തോന്നുന്നു. അതായത് മക്കളെ വിടുന്നത് തെറ്റല്ല, പക്ഷേ വിടുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കണം. ഏജന്റുകൾ പറയുന്ന ഏതെങ്കിലും ഈ ഇന്ത്യ വിട്ടാൽ അങ്ങ് ജീവിതം നന്നാവും എന്ന തെറ്റിദ്ധാരണയിൽ പലപ്പോഴും ആവരുത്. പല ആൾക്കാരും അങ്ങനെയാണ്, ഈ നശിച്ച നാട് വിട്ടാൽ മതി അതെ. എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന പിന്നെ ആൾക്കാർ. വേറൊരു കാര്യം, കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മിക്കവാറും ആൾക്കാരെല്ലാവരും നമുക്കൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടി ഏറ്റവും കാശ് കുറഞ്ഞത് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം പാസ്സാകാൻ പറ്റിയ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് നോക്കുന്നത്. പക്ഷെ ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഒരു ജോലി കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. കിട്ടും ബേസിക് ലെവലായിട്ടുള്ള ജോബ്സും, അല്ലെങ്കിൽ പഠിച്ച പ്രൊഫഷൻ അല്ലാതെ ഏതെങ്കിലും കെയർ ഹോമിലേക്കൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ കെയറിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സീനിയർ കെയറർ എന്നുള്ള ജോലികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനറി റിലേറ്റഡ് ആയിട്ടുള്ള കടകളിൽ നിൽക്കുക, അങ്ങനത്തെ ഉള്ള ജോബ്സ് ആയിരിക്കും കിട്ടുക. പക്ഷേ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ക്വാളിറ്റി സ്റ്റഡി തന്നെ നമ്മൾ നോക്കേണ്ടി വരും. അതിന് ചിലപ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രീതിയിൽ സിമ്പിൾ, ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ വെറുതെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു EC എന്നുള്ള രീതിയിൽ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒന്നും ജോലി കിട്ടില്ല. അതിന്റെയും കൂടി ഒരു സ്പെഷ്യലൈസേഷൻ എന്ന്, ഇപ്പൊ മേ ബി ഡിസൈനിങ് ഓർ മേ ബി റോബോട്ടിക്സ് ഓർ മേ ബി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ചും കൂടി നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ട് കുറച്ചും കൂടി ഒരു ഹൈ ലെവലിൽ ചിന്തിച്ച് ഒരു വേറൊരു രീതിയിലേക്ക് നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് കണ്ടാലേ ഇന്നത്തെ കാലത്ത് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇപ്പൊ ചെറിയ ചെറിയ രാജ്യങ്ങൾ, ഇപ്പൊ ഫ്രാൻസ് ആയാലും ഒക്കെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ പുറത്തുനിന്നുള്ളവർക്ക് എൻട്രി കുറച്ചും കൂടി സുഗമമാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. പക്ഷെ റിസ്ക് എന്നാലും റിസ്ക് ഉണ്ടാവും, പക്ഷെ മാക്സിമം റിസ്ക് ഫാക്ടർ കുറച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്
ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. വളരെ ഐ ഓപ്പണിംഗ് ആണ് ശ്രീ ലിയോൺ ജോസ് വിധേയത്തിൽ വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. വിദേശ പഠനമൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും പ്രാക്ടിക്കൽ ആസ്പെക്ട്സും കൂടെ നമ്മൾ നോക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ആ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ പോസിബിലിറ്റി ലോങ് ടേം നോക്കുക. എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് 30 ലക്ഷം രൂപയായിട്ട് വീണ്ടും നമ്മുടെ നാട്ടിൽ വന്നാൽ ആ ലോൺ തന്നെ അടയ്ക്കാൻ പിന്നീട് വർഷങ്ങൾ എടുക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ദശാബ്ദം ആ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടി മാത്രം വരും. അതുകൊണ്ട് കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയി ചെയ്യുക. ശ്രീ ലിയോൺ എന്നോട് ആദ്യം പറഞ്ഞപ്പോൾ ആ പോയിന്റ് വളരെ സ്ട്രൈക്കിംഗ് ആയി എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് ഈ ഇൻസൈറ്റ് പങ്കുവെച്ച ശ്രീ ലിയോൺ ജോസ് വിധേയത്തിൽ വളരെയധികം നന്ദി. ഇതേപോലെ UK-യുടെ ഇൻസൈറ്റുകളും മറ്റും അങ്ങയോട് ചോദിക്കാൻ വീണ്ടും താങ്കളെ ബന്ധപ്പെടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.